നമസ്കാരം. ADGP അജിത് കുമാറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ പി ശശിയുടെ കാര്യത്തിലും ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ്. ഈ രണ്ടുപേരെയും കയറൂരി വിട്ടത് മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ CPIയിൽ നിന്ന് പുരോഗമിക്കുമ്പോൾ അതിന് ഒരു മറുവാക്ക് പോലും പറയാതെ CPMലെ പിണറായി പക്ഷത്തിൻ്റെ വിശ്വസ്തർ തന്നെ, അതായത് പിണറായിയോട് വിശ്വസ്തർ തന്നെ ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒരാൾ പോലും മുഖ്യമന്ത്രിക്ക് അനുകൂലമായി നടപടിയെടുക്കാൻ അല്ലെങ്കിൽ അനുകൂലമായ നിലപാടുമായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് മുഖ്യമന്ത്രിയെ വലിയ തോതിൽ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനിക്കട്ടെ, എന്താണെങ്കിൽ ADGP നിലനിർത്തണോ വേണ്ടയോ, ശശിയെ നിലനിർത്തണോ വേണ്ടയോ എന്നുള്ളത് പാർട്ടി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ പി ശശിയുടെയും ADGP MR അജിത് കുമാറിൻ്റെയും തല ഉരുളുമെന്ന് തന്നെ ആണ് ഇപ്പോൾ അകത്തു നിന്നും ഭരണ ഭാഗത്തു നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇവർ രണ്ടുപേരെയും മാറ്റാതെ യാതൊരു സമവായത്തിനും ഒരു ഒത്തുതീർപ്പിനും തയ്യാറില്ല എന്ന കടുത്ത നിലപാടുമായി മുന്നണിയിലെ ഏറ്റവും പ്രധാന നിരയിൽപ്പെട്ട മറ്റൊരു കക്ഷി CPI മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളുടെ പരാമർശങ്ങൾ ഗൗനിച്ചേ കഴിയൂ എന്നുള്ള നിലയിലേക്ക് CPM പാർട്ടി സെക്രട്ടറി തന്നെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ADGPയുടെയും പി ശശിക്കും എതിരെ കടുത്ത രീതിയിലുള്ള നിലപാടുകൾ എടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മാത്രവുമല്ല, RSS തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ കൈകടത്തലുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരവും ഇപ്പോൾ CPIയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ CPIയുടെ മേളിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് CPIയിലെ തന്നെ ഒരു വിഭാഗം പറയുന്നത് മുന്നണി വിട്ട് പോകുന്നതാണ് അഭികാമ്യം. കാരണം ഇത്തരത്തിൽ ഒരു അതൃപ്തിയുമായി മുന്നണിയിൽ തുടരുന്നത് ശരിയല്ല. തങ്ങളെ ഗൗനിക്കാതെ തങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത രീതിയിലുള്ള ഒരു കീഴ്വഴക്കവുമായി CPMും അതുപോലെ തന്നെ പിണറായി വിജയനും മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തങ്ങളെ അറിയിക്കേണ്ട വിഷയങ്ങൾ തങ്ങളെ അറിയിക്കാതെ തങ്ങൾക്ക് എതിരായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് എങ്കിൽ മുന്നണിയിൽ തുടരുന്നത് തന്നെ അഭികാമ്യമല്ല എന്ന രീതിയിലുള്ള ചർച്ചകളും CPIയിൽ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊക്കെ ഏറ്റവും അധികം ബാധിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനെ ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ LDF കൺവീനറുടെ കാര്യത്തിലും വലിയ തോതിൽ മുഖ്യമന്ത്രിക്ക് പഴി കേൾക്കേണ്ടതായി വരുന്നുണ്ട്. EP ജയരാജൻ ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത അനുയായിയും വിശ്വസ്തനുമായിരുന്നു എങ്കിൽ പാർട്ടി സെക്രട്ടറി തീരുമാനത്തോടു കൂടിയാണ് EP ജയരാജനും പിണറായി വിജയനും തമ്മിൽ അകലുന്നത്. അത് പാർട്ടി സെക്രട്ടറി സ്ഥാനം EP ജയരാജന് കിട്ടുമെന്ന് തന്നെയായിരുന്നു EPയും EPയോട് കൂറുള്ള അല്ലെങ്കിൽ വിശ്വസ്തരായ ആളുകളും വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഒരു തകിടം മറിച്ചിലൂടെ അത് MV ഗോവിന്ദനിലേക്ക് എത്തിയത് EPക്ക് വലിയ തോതിലുള്ള കടുത്ത നിരാശയിലേക്ക് വന്നിരുന്നു. അന്ന് മുതൽ തുടങ്ങിയ അസ്വസ്ഥതയാണ്. ആ അസ്വസ്ഥത വളർന്ന് ഇപ്പോൾ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EPയെ തെറിപ്പിക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു തീരുമാനമെടുത്തതിന് പിന്നിലും പിണറായി വിജയനാണ് എന്നുള്ള സംസാരം വരുന്നുണ്ട്. അത് EP കടുത്ത തീരുമാനത്തിലേക്ക് പോയാൽ CPMന് വലിയ തോതിൽ കണ്ണൂർ CPMന് വലിയ തോതിൽ ദോഷം ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം ചെന്ന് ചേരുന്നത് പിണറായി വിജയനിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെയും ADGPയുടെയും പി ശശിയുടെയും EP ജയരാജൻ്റെയും RSS വിഷയമൊക്കെ ഏറ്റവും ഒടുവിലെത്തിച്ചേരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ തന്നെയാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല.